വി.എസ്. അച്യുതാനന്ദന്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു. വെന്റിലേറ്റർ സഹായം തുടരുകയാണ്. വി.എസിനെ ഇ.പി. ജയരാജൻ, പി.കെ. ശ്രീമതി, പി.കെ. ഗുരുദാസൻ, മന്ത്രിമാരായ കെ. കൃഷ്ണൻകുട്ടി, എ.കെ. ശശീന്ദ്രൻ എന്നിവർ സന്ദർശിച്ചു. സെയ്ഫ് സിംഗ്ലാബിൻ ചേരുന്നു. സെയ്ഫ്, എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? തന്നെ 23-ാം തീയതിയാണ് മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദനെ തിരുവനന്തപുരത്ത് SIT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ഒരു മാറ്റവുമില്ലാതെ തുടരുന്നു എന്നാണ് അല്പസമയം മുമ്പ് ആശുപത്രിയിൽ നിന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത്, മെഡിക്കൽ ബുള്ളറ്റിൽ പറയുന്നത്. അതിൽ ഒറ്റ വരി മാത്രമാണുള്ളത്: വി.എസ്. അച്യുതാനന്ദൻ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. ഇന്നലെയൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് കാര്യമായിട്ട് അങ്ങനെ ഡീറ്റെയിൽസ് അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അത് മാറ്റമില്ലാതെ തുടരുന്നു എന്ന് പറഞ്ഞാൽ അതീവ ഗുരുതരാവസ്ഥയിൽ വി.എസ്. അച്യുതാനന്ദൻ തുടരുന്നു എന്നുള്ളതാണ് വസ്തുത. തുടർച്ചയായി ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് മെഡിക്കൽ ബോർഡ് നൽകിയത്. പക്ഷേ ഇന്ന് രാവിലെ 2 തവണ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ഡയാലിസിസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോഴും ജീവൻ നിലനിർത്തുന്നത്. രക്തസമ്മർദ്ദം ഉയർന്നും താഴ്ന്നും വരുന്നുണ്ട്. വ്യക്തിയുടെ പ്രവർത്തനവും മികച്ച രീതിയിലാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതും പൂർണ്ണതോതിൽ വിജയത്തിലെത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ 2 മന്ത്രിമാർ അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തി. കെ. കൃഷ്ണൻകുട്ടിയും എത്തി, അതുപോലെ തന്നെ എ.കെ. ശശീന്ദ്രനും എത്തി. ഇ.പി. ജയരാജനും പി.കെ. ശ്രീമതിയും പി.കെ. ഗുരുദാസനും അതുപോലെ തന്നെ എം. വിജയകുമാർ അടക്കമുള്ള നേതാക്കളും വി.എസിനെ കാണാൻ വേണ്ടി ഇന്ന് ആശുപത്രിയിൽ എത്തിയിരുന്നു. വി.എസിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരെല്ലാം പതിവ് പോലെ ഇവിടെ എല്ലാ ദിവസവും ഉണ്ട്. എന്തായാലും ആരോഗ്യനില ഒരു മാറ്റവുമില്ലാതെ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്നു എന്നുള്ളതാണ് വസ്തുത. ധന്യ.